ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന സംവിധാനമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. വികസനം, ക്ഷേമം, ധനകാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ കമ്മിറ്റികളുടെ രൂപീകരണത്തിൽ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കുള്ള സ്ഥാനങ്ങൾ എന്ത്, അതിനപ്പുറം നിയമം പറയുന്നതെന്ത്? ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. മാളയിൽ മറ്റത്തൂർ ആവർത്തിച്ചു. മാളയിൽ മറ്റത്തൂർ ആവർത്തിച്ചോ? സത്യം എന്ത്? മാള പഞ്ചായത്തിൽ കൂടുതൽ അംഗങ്ങൾ LDF-നാണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച UDF, BJP അംഗങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് രൂക്ഷ വിമർശനവും പരിഹാസവും ഉയരുന്നുണ്ട്. വികസനം, ആരോഗ്യം, സ്ഥിരം സമിതികളിൽ ഭൂരിപക്ഷം ഇപ്പോൾ UDF-നാണ്. ക്ഷേമകാര്യത്തിൽ NDA-ക്കാണ് ഭൂരിപക്ഷമുള്ളത്. 3 സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാ സംവരണത്തിനാണ് വോട്ടെടുപ്പ് നടന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ആകെയുള്ള 21 അംഗങ്ങളിൽ സ്വതന്ത്ര ഉൾപ്പെടെ LDF-ന് 9, UDF-ന് 8, NDA-ക്ക് 4 അംഗങ്ങളാണ് ഉള്ളത്. കണക്ക് ഇങ്ങനെയാണെങ്കിലും ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ 4 മെമ്പർമാരുള്ള NDA-യിലെ ജിജി ജോയ് മാതിരപ്പള്ളിക്ക് 10 വോട്ട് ലഭിച്ചു. 8 അംഗങ്ങളുള്ള UDF-ന് 2 വോട്ട് മാത്രമാണ് ലഭിച്ചത്. LDF-ന് 9 വോട്ട് ലഭിച്ചു. ക്ഷേമകാര്യത്തിൽ NDA-യിലെ 3 പേർ നാമനിർദ്ദേശം കൊടുത്തിട്ടുള്ളതിൽ വനിതാ സമ്മേളനത്തിൽ നിന്ന് ജിജി ജോയ് മാതിരപ്പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടു. TR സുഖിൽ, AG ഗീത എന്നിവരാണ് NDA-യിലെ നാമനിർദ്ദേശം നൽകിയ മറ്റ് അംഗങ്ങൾ. വികസനകാര്യ സ്ഥിരം സമിതിയിൽ UDF-ന് 11, LDF-ന് 9 വോട്ട് ലഭിച്ചപ്പോൾ ഒരെണ്ണം അസാധുവായി. വികസനത്തിൽ UDF-ലെ ജിഷ ജോഫി തിരഞ്ഞെടുക്കപ്പെട്ടു. നടന്നത് ഇങ്ങനെയാണെങ്കിലും ഇനി നിയമം പറയുന്നത് എന്താണ് എന്ന് നോക്കാം. നിയമം പറയുന്നത് എന്ത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരണത്തിൽ നിയമം പറയുന്നത് എന്ത്? മാള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉയരുന്ന ചർച്ചകൾക്കിടയിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 അതിൻ്റെ ചട്ടങ്ങളും എന്താണെന്ന് വ്യക്തമായി പറയുന്നത് പരിശോധിക്കേണ്ടതുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പഞ്ചായത്ത് ഭരണത്തിൻ്റെ അടിത്തറയായതിനാൽ അവയുടെ രൂപീകരണം ഭൂരിപക്ഷ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കല്ല, മറിച്ച് നിയമനിർദ്ദേശങ്ങൾക്കാണ് വിധേയമാകേണ്ടത്. പഞ്ചായത്തിലെ നിലവിലെ രാഷ്ട്രീയ ഘടന നേരത്തെ പറഞ്ഞല്ലോ. മാള ഗ്രാമപഞ്ചായത്തിൽ ആകെ 21 അംഗങ്ങളാണുള്ളത്. നിലവിലെ അംഗബലം ഇങ്ങനെയാണ്: LDF 9 അംഗങ്ങൾ, UDF 8 അംഗങ്ങൾ, BJP 4 അംഗങ്ങൾ. ഇവിടെ ഒരു രാഷ്ട്രീയ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. പഞ്ചായത്തിൻ്റെ ഘടന അനുസരിച്ച് അഥവാ പ്ലൂറൽ പൊളിറ്റിക്കൽ കോമ്പോസിഷനെ പ്രതിഫലിപ്പിക്കുന്നതാണ് മാളയിലെ സ്ഥിതി. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിയമപരമായ ഘടന. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരു ഗ്രാമപഞ്ചായത്തിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വേണം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഓരോ കമ്മിറ്റിയിലും 5 അംഗങ്ങൾ, ആകെ 15 അംഗങ്ങൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അഥവാ PRSTV എന്ന രീതി അനുസരിച്ചാണ്. അതായത് പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ ഘടനയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പ്രതിഫലിക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ മാളയിലെ അനുപാത പ്രതിനിധാനം എങ്ങനെയാവും എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അനുപാത പ്രതിനിധാനം. മാള പഞ്ചായത്തിലെ നിയമസാധ്യതയുള്ള 21 അംഗങ്ങളുടെ പഞ്ചായത്തിൽ 15 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സീറ്റുകൾ അനുപാതത്തിൽ കണക്കാക്കിയാൽ LDF 9 അംഗങ്ങൾ ലഭിക്കും, UDF-ന് 8 അംഗങ്ങൾ ലഭിക്കും, BJP-യുടെ 4 നിന്ന് ഏകദേശം 3 സീറ്റുകൾ. ഇത്തരത്തിൽ BJP പോലുള്ള ചെറിയ പാർട്ടിയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. 9 അംഗങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയാലോ? അതിൻ്റെ നിയമപരമായ നില എന്താണ്? LDF-ന് 9 അംഗങ്ങളുള്ളതിൽ അവർക്ക് മാത്രമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിയമപരമായി ഇതിന് ഉത്തരം വ്യക്തമാണ്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 9 അംഗങ്ങൾക്ക് മാത്രം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ഇത് PRSTV തത്വം ലംഘിക്കുന്നു. UDF, BJP എന്നീ പാർട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു പാർട്ടിയുടെ ആഭ്യന്തര സമിതിയായി മാറുന്നു എന്നതാണ് കാരണം. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാടെന്താണ്? കേരള ഹൈക്കോടതി പല വിധികളിലായി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല, ഇതിനു മുമ്പും പലവട്ടം പഞ്ചായത്തുകളുടെ കേസുകൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അന്ന് ഹൈക്കോടതി പറഞ്ഞ പരാമർശം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആർ നോട്ട് മെന്റ് ടു ബി മോണോപോളൈസ്ഡ് ബൈ ദി മെജോറിറ്റി. ദേ മസ്റ്റ് റിഫ്ലക്ട് ദ പൊളിറ്റിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി പഞ്ചായത്ത്. കോടതി മറ്റൊരു നിർണായക പരാമർശവും നടത്തിയിട്ടുണ്ട്. ടോട്ടൽ എക്സ്ക്ലൂഷൻ ഓഫ്
a party having substantial representation is arbitrary and violative of Article 40. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? പ്രാധാന്യമുള്ള അംഗബലമുള്ള ഒരു പാർട്ടിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ സമത്വാവകാശ ലംഘനമാണ് എന്നാണ്. രാഷ്ട്രീയ കൂട്ടുകെട്ട് നിയമം എങ്ങനെ കാണുന്നു എന്നുകൂടെ പരിശോധിക്കാം. രാഷ്ട്രീയ കൂട്ടുകെട്ട് സ്വയം കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരം കൂട്ടുകെട്ട് അനുപാത പ്രതിനിധാനം ഇല്ലാതാക്കുകയോ ഒരു പാർട്ടിയെ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്താൽ അത് മലഫൈഡ് എക്സർസൈസ് ഓഫ് പവറായി കണക്കാക്കും എന്നാണ് നിയമം പറയുന്നത്. നിയമപരമായ ചില വഴികൾ: സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ നിയമലംഘനം ഉണ്ടായാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ട്രിബ്യൂണലിൽ തിരഞ്ഞെടുപ്പ് ഹർജി നൽകാം. ആവശ്യമായാൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം. ഇത്തരം കേസുകളിൽ സാധാരണയായി തെറ്റായ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും പുതിയ STV അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കോടതിക്ക് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഉപസംഹാരം: മാള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ബലപ്രയോഗമല്ല. 1. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിർദ്ദേശിക്കുന്ന അനുപാത പ്രതിനിധാനത്തിൻ്റെ പ്രയോഗമാണത്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 4 അംഗങ്ങളുള്ള ഒരു പാർട്ടിയെ പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ നിയമവും ഹൈക്കോടതിയും ഒന്നും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാളയെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരെ അവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്രമാത്രമാണ്: രാഷ്ട്രീയം വേറെ, നിയമം വേറെ, ആശയം വേറെ, വിശ്വാസം വേറെ. നിങ്ങൾക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരാം, പക്ഷേ നിയമത്തിൻ്റെ വഴി തന്നെ പോകും. അതുകൊണ്ട് രാഷ്ട്രീയ പൊങ്കാലകൾ തുടരട്ടെ, വാർത്തകൾ ഉണ്ടാവട്ടെ. താങ്ക് യു.